സംസ്ഥാനത്തെ 3 കോടതികളിൽ ബോംബ് ഭീഷണി. കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലാ കോടതികളിലും മഞ്ചേരി കോടതിയിലുമാണ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. കോടതി ഇരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ സംശയം തോന്നിയപ്പോഴും പോലീസുകാർ ഡോഗ് സ്ക്വാഡുമായിട്ട് വരാന്തയിലൊക്കെ വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട്. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂം, കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലാന്നാണ് അവർ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു, PS സാഗർ, VK ജിഷാദ്, ശശിനാരായണൻ എന്നിവർ ചേരുന്നു വിവിധ ബ്യൂറോകളിൽ നിന്ന്. ബൈജു, എത്രത്തോളം ഗൗരവമുള്ളതായിട്ടാണ് ഈ ഭീഷണിയെ കാണുന്നത്? ഇത് ഒരേ സ്ഥലത്തു നിന്ന് തന്നെ വന്നതാണോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതെ ശ്രീജ, ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. വലിയ പരിഭ്രാന്തിയാണ് ഇത് സൃഷ്ടിച്ചതെന്ന് പറയേണ്ടി വരും. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ പുലർച്ചെ 3:25 കൂടിയാണ് ഇത്തരത്തിലൊരു മെയിൽ വരുന്നത്. അതായത് RDX ഉൾപ്പെടെയുള്ള മനുഷ്യ ചാവേർ ഈ കോടതിക്കകത്തുണ്ട്. കൃത്യം 1:30 അത് പൊട്ടിത്തെറിക്കും എന്നായിരുന്നു ഈ സന്ദേശമുള്ളത്. ഇതിൽ പ്രധാനമായും തമിഴ്നാടുമായി പരാമർശിക്കുന്ന ചില വിഷയങ്ങളാണ്. തമിഴ്നാട്ടിലെ പോലീസിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികളെയും പരാമർശിച്ചുകൊണ്ട് നീണ്ട ഒരു സന്ദേശമാണ് ഇതിൽ വന്നതെന്നാണ് പറയേണ്ടത്. അതും മലയാളത്തിലാണ് ഇത്തരത്തിലൊരു ഇമെയിൽ വന്നത്. ഇതോടുകൂടി വലിയ തോതിൽ പോലീസ് എത്തുകയും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി കോടതി മുഴുവൻ പരിശോധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും 12 മണിയോടുകൂടി ഇതൊരു വ്യാജ ഭീഷണിയാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. പിന്നീട് ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 12:30 കോടതി നടപടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കോടതി പരിസരം മുഴുവൻ പോലീസുണ്ട്. പോലീസ് പരിശോധന നടത്തിയതിനു ശേഷം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിനു ശേഷമാണ് അഭിഭാഷകർ ഉൾപ്പെടെ ഇപ്പോൾ കോടതിക്ക് അകത്ത് കയറ്റുന്നത്. ഏതായാലും വലിയ പരിഭ്രാന്തിക്കും അതുപോലെ തന്നെ ആശങ്കയ്ക്കും ഇടയാക്കിയെന്ന് പറയേണ്ടി വരും. ഇതിൽ പ്രധാനമായും ഇവർ പറയുന്നത് തമിഴ്നാട്ടിലെ വിഷയം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ ഒരു വിഷയമല്ല. അങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. 2 പേർ ചാവേറായി ഇതിനകത്തുണ്ട്, കോടതിക്കകത്തുണ്ട്. അവർ 1:30 പൊട്ടിത്തെറിക്കും. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പുറത്തു നിന്നും ഈ ബോംബ് പൊട്ടിക്കും എന്നാണ് ഈ മെയിലിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഇമെയിൽ സന്ദേശത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവമായി പോലീസ് ഇതെടുത്തു. പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തി. പക്ഷേ ഇത് വ്യാജ ഭീഷണിയാണെന്ന് ഒടുവിൽ കണ്ടെത്തി. ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 1:30 കൂടി ബോംബ് പൊട്ടുമെന്നായിരുന്നു ഇതിൽ സന്ദേശം ഉണ്ടായിരുന്നെങ്കിലും കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ച സ്ഥിതിക്ക് ഇതൊരു വ്യാജ സന്ദേശമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതാരാണ് ഇത്തരത്തിലൊരു മെയിൽ അയച്ചത്, അത്തരം പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ശ്രീജ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. PS സാഗർ ചേർന്നു ഇടുക്കിയിൽ നിന്ന്. സാഗർ, അവിടെ എന്തായിരുന്നു സാഹചര്യം? ഇത് വളരെ ഗൗരവമുള്ള ഒരു ഭീഷണിയായിട്ട് തന്നെയാണോ അധികൃതർ ആദ്യഘട്ടം മുതലേ കണ്ടത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ശ്രീജ, ഈ കാസർഗോഡ് കോടതിയിൽ ഉള്ള പോലെ തന്നെയാണ് തൊടുപുഴയിലുള്ള മുട്ടം ജില്ലാ കോടതിയിലും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം എത്തിയത്. മുട്ടം ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കനത്ത ജാഗ്രതയിലായിരുന്നത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം കോടതിയിലേക്ക് ലഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കോടതി സമുച്ചയത്തിൽ സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം. ഈ മുഹമ്മദ് അസ്ലം വിക്രം എന്ന പേരിൽ ആണ് ഇത്തരത്തിലൊരു മെയിൽ ലഭിച്ചത്. ഇതിൽ 3 RDX അടങ്ങിയ മനുഷ്യ ചാവേറിനെ സ്ഫോടനത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒന്നുകിൽ ബോംബ് സ്ഫോടനം നടത്തും, അല്ലെങ്കിൽ കോടതിക്കുള്ളിൽ ചാവേറായി പൊട്ടിത്തെറിക്കും. ഇത് റിമോട്ട് കൺട്രോൾ വഴി ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ഒരു ബോംബാണ് ഇത്തരത്തിൽ സ്ഥാപിച്ചത് എന്നായിരുന്നു ഈ മെയിലിൽ ലഭിച്ച ഭീഷണി സന്ദേശം. ഈ ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെക്കുകയും ജീവനക്കാരെയും അഭിഭാഷകരെയും ഉൾപ്പെടെ ഈ കോടതി കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ തൊടുപുഴ, മുട്ടം, കാഞ്ഞാർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി വരികയാണ്. അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ കോടതിയിൽ നിന്ന് എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജ സന്ദേശമാണെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മെയിൽ അയച്ചവർ ആര്, അവരുടെ ഉദ്ദേശം എന്ത് എന്നുള്ള
കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. നിലവിൽ പരിശോധന നടക്കുകയാണ്. കോടതി നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ശേഷം മാത്രമേ ഇനി കോടതി കൂടുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇമെയിൽ വഴി എത്തിയ ഈ ഭീഷണി സന്ദേശത്തെ തുടർന്ന് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് കോടതിയും പരിസരത്തുള്ളവരുമെല്ലാം. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു സന്ദേശം എത്തിയത്. എന്തായാലും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ. ശരി, ജിഷാദ് ഉണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, മഞ്ചേരി കോടതിയിലും സമാനമായ ഭീഷണി തന്നെയാണോ കിട്ടിയത്? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഷിജ, മഞ്ചേരി ജില്ലാ കോടതി സമീപത്തിലാണ് 2 ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ലഭിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു ഈ സന്ദേശം ലഭിച്ചത്. തുടർന്ന് ജീവനക്കാർ SPയെ വിവരം അറിയിക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡും സുരക്ഷാ സേനയും നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഐഡിൽ നിന്നാണ് മെയിൽ വന്നതെന്നും പകൽ 1-നും 2-നും ഇടയിൽ 2 മനുഷ്യ ബോംബുകൾ കോടതിയിൽ പൊട്ടിത്തെറിക്കുമെന്നാണ് ഭീഷണിയിൽ പറയുന്നത്. എന്തായാലും കോടതി നടപടികൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. 1-നും 2-നും ഇടയിലാണ് ഈ സംഭവം നടക്കുക എന്നും ഈ ഭീഷണിയിൽ പറയുന്നു. അതായത് ബോംബ് സ്ക്വാഡ്, അതുപോലെ തന്നെ പോലീസ്, സുരക്ഷാ സേനകളെല്ലാം ഈ മഞ്ചേരി കോടതിയിൽ ഉണ്ട്. ഇപ്പോഴും എവിടുന്ന ഈ മെയിലിന്റെ യഥാർത്ഥ ഉറവിടം എവിടുന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷവും സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ ഓഫീസിലേക്കും വിമാനത്താവളത്തിലും ഇതുപോലെ തന്നെ മെയിൽ വ്യാജ സന്ദേശം ലഭിച്ചിരുന്നു. ശ്രീജ. ശരി, പത്തനംതിട്ടയിലെ വിവരങ്ങൾ ശശിനാരായണൻ നൽകും. ശശി, പത്തനംതിട്ടയിൽ ഇങ്ങനെയൊരു ഭീഷണി സന്ദേശം ലഭിച്ചിട്ട് എന്തായിരുന്നു സാഹചര്യം? തിരക്കുള്ള സമയമായിരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ? സുജ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു മെസ്സേജ് സന്ദേശം ലഭിച്ചത്. എന്തായാലും കോടതിയിൽ ബോംബ് വെച്ചിട്ടുള്ള സന്ദേശമാണ് ജഡ്ജിക്ക് ലഭിച്ചത്. അതിന് പ്രകാരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസും അതുകൊണ്ട് ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1:30 പൊട്ടുമെന്നാണ് ഈ മെയിൽ സന്ദേശത്തിൽ ഉള്ളത്. എന്തായാലും വ്യാജ സന്ദേശം എന്നുള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ നേരത്തെയും ഇതുപോലെ തന്നെ പത്തനംതിട്ട കളക്ടറേറ്റിലും പോലീസ് സ്റ്റേഷനും ബോംബ് ഭീഷണി വന്നിരുന്നു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും പരിശോധന പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ കോടതിയിൽ പരിശോധന നടത്തുകയാണ്. ജീവനക്കാരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. വക്കീലും മറ്റുള്ള ആളുകളും പുറത്താണ്. ജീവനക്കാരും കോടതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ബാക്കിയുള്ള അവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം കോടതിക്ക് വെളിയിലാണ് നിൽക്കുന്നത്. എന്തായാലും പരിശോധന നടത്തുന്നത് ഒരു വ്യാജ സന്ദേശമാണെന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. പക്ഷേ 1:30 പൊട്ടുമെന്നുള്ളൊരു ഭീഷണി കൂടി ഈ സന്ദേശത്തിലുണ്ട്. എന്തായാലും പോലീസും ഡോഗ് സ്ക്വാഡും അടക്കമുള്ള ബോംബ് സ്ക്വാഡ് അടക്കമുള്ള വിശദമായ കോടതി മുറികളിൽ പരിശോധന നടത്തുന്നു. അതിനുശേഷമായിരിക്കും എന്തായാലും 1:30 ശേഷം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിച്ച ശേഷമായിരിക്കും പോലീസിന് എന്തെങ്കിലും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ബോംബ് സ്ഫോടനം നടത്തും എന്ന രീതിയിലായിരുന്നു വ്യാജ ഭീഷണി വന്ന് എല്ലായിടത്തും പരിശോധനകൾ നടത്തി. തുടർന്ന് ഇത് വ്യാജമായ ഭീഷണിയാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സർക്കാരിന് നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിൽ പറയുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ച ഗൗരവമേറിയ നിരവധി തെളിവുകൾ പക്ഷപാതത്തോടെ ജഡ്ജി തള്ളിയെന്നും നിയമോപദേശത്തിൽ പറയുന്നു. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശത്തിലാണ് ഗുരുതര പരാമർശമുള്ളത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നുമാണ് നിയമോപദേശത്തിലുള്ളത്. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷപാതപരമായാണ് കോടതി തള്ളിയതെന്നും നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ജഡ്ജി പെരുമാറിയത് വിവേചനപരമായിട്ടാണ്. തെളിവുകൾ പരിശോധിക്കുവാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല. തെളിവ് നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന് എന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരുവാനും അനുവദിച്ചു. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശമെന്നും സർക്കാരിന് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഈ ഹർജി സമർപ്പിക്കുവാനാണ്, ഈ അപ്പീൽ സമർപ്പിക്കുവാനാണ് തീരുമാനം. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചുവെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ ഇത് തെളിയിക്കുവാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്.
വിധിയിലെ സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള പിഴവുകളും അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇ.ഡി. ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി. കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങളിൽ രാധാകൃഷ്ണനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നിർബന്ധിത വിരമിക്കൽ നിർദ്ദേശിച്ചത്. ധനകാര്യ മന്ത്രാലയം 3 ദിവസം മുൻപാണ് ഉത്തരവിറക്കിയത്. നിലവിൽ ജമ്മുകശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി രാധാകൃഷ്ണൻ സർവീസിൽ നിന്ന് നീക്കിയത്. 5 വർഷം സർവീസ് ബാക്കി നിൽക്കെയാണ് ഇങ്ങനെയൊരു നിർബന്ധിതമായ വിരമിക്കൽ നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിയായ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് അടക്കം ഉണ്ടാകുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ED മറ്റൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടില്ല. അദ്ദേഹം ശ്രീനഗറിലായിരുന്നു അവസാനമായി സർവീസിൽ ഉണ്ടായിരുന്നത്. നേരത്തെ കൊച്ചിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ നയതന്ത്ര വഴിയിലൂടെയുള്ള സ്വർണം കടത്തലടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച വിഭാഗത്തിൻ്റെ മേധാവിയാവുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടക്കുന്നത്. പിന്നീട് ഈ അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുന്നത്. ആ ഒരു സ്ഥലം മാറ്റവും പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് അടക്കം ചർച്ചകൾ വന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് വന്നുവെങ്കിലും ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ നൽകുകയായിരുന്നു. ഈ സ്ഥലം മാറ്റ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് ട്രിബ്യൂണലിനെ രാധാകൃഷ്ണൻ സമീപിച്ചെങ്കിലും ED അത് എതിർക്കുകയായിരുന്നു. ഈ ട്രിബ്യൂണലടക്കം പറഞ്ഞിരുന്നത് ഈ സ്ഥലം മാറ്റ ഉത്തരവ് പല ആക്ഷേപങ്ങളും തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല, മറ്റു പലർക്കെതിരെയും ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ തനിക്കെതിരെ നടപടികൾ ഈ രീതിയിൽ ഈ സ്ഥലമാറ്റ ഉത്തരവ് എന്നത് ആ രീതിയിലൊരു നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ട്രിബ്യൂണലിൽ പറഞ്ഞിരുന്നു. ഈ വാദത്തെയും ED അന്ന് എതിർത്തിരുന്നു. ഇപ്പോൾ അതിലൊരു നിർബന്ധിത ഉത്തരവായി വന്നിരിക്കുന്നു. ആ ഉത്തരവ് പുറത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിൽ വലിയ രീതിയിലൊരു വിമർശനം നേരത്തെയും EDക്കെതിരെ കൈക്കൂലി കൈക്കൂലി ആരോപണങ്ങൾ ED ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം പല കോണുകളിൽ നിന്ന് ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിയിലടക്കം ED ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് നടപടികൾ സ്വീകരിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിരുന്നു. വിജിലൻസ് ചില ആളുകളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന അടക്കമുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ED അവരുടെ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ നീക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നത്. അത് നിരവധിയായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉയർന്നു എന്ന കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങിയിരിക്കുന്നത്. 5 വർഷക്കാലം സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി രാധാകൃഷ്ണൻ ഇപ്പോൾ സർവീസിൽ നിന്ന് നിർബന്ധിതമായി നീക്കം ചെയ്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് ലക്ഷ്യമിട്ട് സർക്കാരും LDF 10 വർഷം നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കുന്നതിനൊപ്പം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലപ്രദമായി നടപ്പാക്കാനും സാമുദായിക പിന്തുണ ഉറപ്പാക്കാനും മുഖ്യമന്ത്രി മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ലൈഫ്, സ്ത്രീ സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുള്ള ഇടപെടൽ ചെറിയ മാർജിനിൽ വിജയം നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ശൈലിയിലും പൊതുപ്രതികരണങ്ങളിലും മുഖ്യമന്ത്രിയും ഇനി അടിമുടി മാറും. സർക്കാരിന് കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഉള്ളത്. ഒരു പേടിയും ഒരു കാര്യത്തിലുമില്ല. ഒരു പേടിയും ഒരു കാര്യത്തിലുമില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൃത്യതയോടെയും വ്യക്തതയോടും കൂടി തന്നെയാണ് പോകുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ആ വികസന പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ആ വിധത്തിൽ തന്നെ എത്തിക്കാൻ സാധ്യമാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങൾ എത്തിക്കും. ഒരു പ്രതിസന്ധിയും പേടിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പേടിച്ചിട്ടേ ഇല്ല എന്നെല്ലാവരോടും പറഞ്ഞേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി മറികടന്ന് അത് മറന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് CPM-ഉം ഇടതുമുന്നണിയും നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വിളിച്ചു ചേർത്ത മന്ത്രിമാരുടെ 3.5 മണിക്കൂർ നീണ്ട യോഗത്തിൽ അത്തരം ചർച്ചകളാണ് നടന്നത്. എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാം, 100 മുതൽ 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയ്ക്ക് ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ല. ചില പ്രാദേശിക പ്രശ്നങ്ങൾ, സർക്കാരിനെതിരെ ചില അതൃപ്തി, അത് മാത്രമാണ് നേരിളിച്ചത്. അത് മറികടക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വികസനവും അതുപോലെ രാഷ്ട്രീയവും തുല്യമായി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കണം. അതായത് വികസനം തന്നെയാകും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിനൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളും ഉണ്ടാകും.
രാഷ്ട്രീയ വിഷയങ്ങളും പറയണം. അവിടെ മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. വലിയ കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നൊരു പൊതു വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ട്. സർക്കാരും അങ്ങനെയാണ് പറയുന്നത്. അതായത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. അതിന്റെ കൃത്യമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ്, വിപുലമായ പ്രചാര പ്രവർത്തനങ്ങൾ വേണം. പാർട്ടികളും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തതിനപ്പുറത്തേക്ക് ഉള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, അത് എല്ലാ സാങ്കേതിക വിദ്യയും AI അടക്കമുള്ള സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത്തരം പ്രചരണ പ്രവർത്തനങ്ങൾ വേണം. മന്ത്രിമാർ കൃത്യമായി മണ്ഡലങ്ങളിലേക്ക് പോകണം. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അവിടങ്ങളിലും കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. അങ്ങനെ മുന്നണിയും പാർട്ടിയും സർക്കാരും ഒരുമിച്ച് നിന്നാൽ 110 സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. വയനാട് ലക്ഷ്യ സമ്മിറ്റിൽ കോൺഗ്രസ് 100 സീറ്റ് പറയുമ്പോൾ അതും മറികടക്കുന്ന തരത്തിലുള്ള പ്രചരണത്തിനാണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്. തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞ് ഭയന്ന് നിൽക്കുകയല്ല. തിരിച്ചടി മറികടക്കാൻ, ചെറിയ തിരിച്ചടിയാണെങ്കിൽ പോലും മറികടക്കാനുള്ള ശക്തമായ പ്രവർത്തനം വേണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാകും ഇടതുമുന്നണിയുടെ തുടർ പ്രവർത്തനങ്ങൾ. മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകും. BJPയുമായി ഡീലുണ്ടെന്ന ആരോപണങ്ങൾ മറികടക്കാൻ അത്തരത്തിൽ മതേതര വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാകും ഇടതുമുന്നണി നേതാക്കളും മന്ത്രിമാരുമൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുക. ഏതായാലും തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി സർക്കാരും മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണ തേടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലെത്തിയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പരിഹാരം വേണമെന്ന് സഭാ നേതൃത്വം VD സതീശനോട് ആവശ്യപ്പെട്ടു. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പും നൽകി. സിനഡ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇന്നലെ രാത്രി 9:30 VD സതീശൻ എത്തിയത്. പൈലറ്റ് വാഹനവും ഔദ്യോഗിക വാഹനവും ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലായിരുന്നു സന്ദർശനം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മറ്റ് ബിഷപ്പുമാരുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ചയും നടത്തി. അത്താഴ വിരുന്നിനും പങ്കെടുത്ത ശേഷമായിരുന്നു VD സതീശന്റെ മടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സതീശൻ സഭാ ആസ്ഥാനത്തെത്തി നടത്തി കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. സിനഡ് നടക്കുന്നതിനിടെ രാഷ്ട്രീയക്കാർക്കോ മറ്റാർക്കോ പ്രവേശനം നൽകാറുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണയും VD സതീശൻ തേടിയിട്ടുണ്ട്. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകി. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ സഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അധ്യാപന നിയമനം, വന്യജീവി ആക്രമണം, കാർഷിക വിഷയങ്ങൾ എന്നിവ പരിഗണിക്കണമെന്നാണ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പരിഹാരം വേണമെന്നും VD സതീശനോട് സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം VD സതീശൻ നടത്തിയ ഇടപെടലുകൾ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ പിന്തുണ UDFന് ലഭിക്കുന്നതിൽ വിജയിച്ചു എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. VD സതീശൻ സഭാസ്ഥാനത്തെത്തി ബിഷപ്പുമാരുമായി സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് രമേശ് ചെന്നിത്തല താനുമായി ചർച്ച ചെയ്തിരുന്നു. അതിൽ രഹസ്യമില്ല. താനും ഉമ്മൻചാണ്ടിയും ഇതുപോലെ മുൻപും കണ്ടിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനെന്താ തെറ്റ്? ഞങ്ങളൊക്കെ കാണുന്നല്ലേ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അവരോട് സംസാരിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. ഞാനുമായി സംസാരിച്ചിട്ട് ഈ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ്. അവിടെ സെനഡ് നടക്കുകയാണ്. അവിടെ അവരെ കണ്ടാൽ എന്താ തെറ്റ്? ഞാനും ഒരു രഹസ്യമില്ല. ഞാനും ഉമ്മൻചാണ്ടി ഇതിനു മുമ്പും ഞങ്ങൾ അവരെ ഇതുപോലെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതിലൊരു തെറ്റുമില്ല. കേരള കോൺഗ്രസ് മാണിയെ UDFിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലീഗും ശ്രമങ്ങൾ തുടരുമ്പോൾ ആ നീക്കത്തെ വെട്ടുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. തോൽക്കുമെന്നുറപ്പായപ്പോൾ MLAയും മന്ത്രിയുമാകാൻ UDFിലേക്ക് വരുന്നവർക്ക് സീറ്റ് വിട്ടു നൽകാൻ ജോസഫ് വിഭാഗത്തെ കിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും തഴഞ്ഞ് ജോസ് കെ മാണിയെയും കൂട്ടരെയും കൊണ്ടുവരാനാവില്ല. ലീഗ് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരില്ല. അതിനാലാണ് ലീഗ് നേതൃത്വം ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്നത്. ഇനിയൊരു നഷ്ടക്കച്ചവടത്തിന് കേരള കോൺഗ്രസ് ജോസഫിനെ കിട്ടില്ലെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു അപ്പു. കോൺഗ്രസ് മാണിയും കേരള കോൺഗ്രസും ജോസഫും ഒരേ മുന്നണിയിൽ വരിക എന്നുള്ളതാണ്. അത് സാധ്യമാണോ അല്ലയോ? ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ ഇപ്പം അതിൻ്റെ ഒരു പ്രായോഗികത ഞാൻ ബുദ്ധിമുട്ട് താങ്കൾ പറഞ്ഞു. അല്ല, പ്രായോഗികത ഇപ്പം പറയാം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം ഈ പറയുന്ന UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ല എടുക്കുക,
ചങ്ങനാശ്ശേരിയിൽ അവരുടെ സിറ്റിംഗ് MLA, കാഞ്ഞിരപ്പള്ളിയിൽ അവരുടെ സിറ്റിംഗ് MLA, അതുപോലെ പൂഞ്ഞാറിൽ അവരുടെ സിറ്റിംഗ് MLA. അവിടെയൊക്കെ ഈ മുന്നണിക്ക് വേണ്ടി വെള്ളം കോരിയും വിറക് വെട്ടിയും നിന്ന ഒത്തിരി ആളുകൾ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഇപ്പോഴത്തെ രീതിയിൽ ചങ്ങനാശ്ശേരിയും ഇടതുപക്ഷം തോറ്റുപോകും, ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയും ഇടതുപക്ഷം തോറ്റുപോകും, പൂഞ്ഞാറും തോറ്റുപോകും. തോറ്റ് നിൽക്കുന്ന കുറേ ആളുകളെ പിടിച്ച് വീണ്ടും മുന്നണി കൊണ്ടുവന്ന് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് സീറ്റ് നിരാകരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കോൺഗ്രസോ കേരള കോൺഗ്രസോ എഗ്രി ചെയ്യുമെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറയാം, ഞാൻ അതുപോലെ കേൾക്കുക. റാന്നി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ സാഹചര്യത്തിൽ പ്രമോദ് നാരായണൻ ജയിക്കുന്നൊരു സീറ്റാണ്. ഈ പ്രാവശ്യം റാന്നിയിലെ ജില്ലാ പഞ്ചായത്ത് 2 ഡിവിഷനാണുള്ളത്. ഒന്ന് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു, ഒന്ന് കോൺഗ്രസിൻ്റെ ഒരു ആർക്കിടെക്റ്റായിട്ടുള്ളൊരു യുവ നേതാവ് അവിടെ ജയിച്ചിട്ടുണ്ട്. ആ സീറ്റ് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ പ്രാവശ്യം അവിടെ ജയിക്കും. പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ 5ഉം ജയിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇവരില്ലാണ്ട് തന്നെ ഈ പറയുന്ന ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും ഈ പറയുന്ന UDF, അതെ, ഇടുക്കിയിലെ 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 14 UDF ജയിച്ചു. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ തട്ടകം എന്ന് പറയുന്ന കോട്ടയത്ത് ബഹുഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു നിൽക്കുക. പത്തനംതിട്ടയും തിരിച്ചു പിടിച്ചു. അവരുടെ ഈ പറയുന്ന ഒരു സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ അവരില്ലാണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് UDFന് കിട്ടി എന്ന് പറയുമ്പം പിന്നെ അവരെ കൊണ്ടുവരുന്നതിന് ആവശ്യമെന്തോ? പിന്നെ ആർക്കാണ് നിർബന്ധം കൊണ്ടുവരുവാനായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം? അത് ഞാനത് വ്യക്തിപരമായിട്ട് പറയുന്നതിൽ വിഷമതകളുണ്ട്. പക്ഷേ ഞാൻ എന്നാലും പറയുവാണ്, ആ പറയുന്ന ആളുകൾക്കൊന്നും അവരുടെ മേഖലകളിൽ ഇവർ വന്നു കഴിഞ്ഞാൽ യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പ്രസ്താവനകളൊക്കെ നമ്മൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവിടെ ഇവർ വന്നതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ കോട്ടയം ജില്ലയിൽ ഇത്രയും നാളും വെള്ളം കോരി വിറക് വെട്ടി നടന്ന ആളുകൾ ഇവരില്ലാണ്ട് തന്നെ ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഉജ്ജ്വലമായിട്ട് വിജയിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ കഴിഞ്ഞ ഒരു 5 വർഷം ഭരണത്തിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും അനുഭവിച്ച് അവിടെ നിന്നൊരു കക്ഷി ഇനി അധികാരത്തിന് വേണ്ടി മാത്രം തിരിച്ച് UDFിലേക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല. കാരണം ഞാൻ പറയുന്നതേ, അവിടെ നിന്നിട്ട് മാണി സാറിൻ്റെ പാർട്ടി എന്നാ പറയുന്നേ, കർഷകർക്ക് വേണ്ടി ഒരു ചെറു വിരൽ അവരെ അപ്പോൾ പറയുന്നത് പ്രായോഗികമായ കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രായോഗികത എന്തുകൊണ്ടാണ് UDFിലെ മറ്റു നേതാക്കൾക്ക് മനസ്സിലാകാത്തത്? അല്ല, ലീഗിനെ മാത്രമല്ല, ലീഗ് മാത്രമല്ല കോൺഗ്രസിന്റെ ലീഡർഷിപ്പും സ്വാഗതം ചെയ്യുന്നുണ്ട് ജോസ് കെ മാണിയെ. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവാണ് അവിടെ പ്രതിഫലിക്കുന്നത്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഒക്കെ പറയുന്നതൊക്കെ ഈ മേഖലയിലുള്ള ആളുകളല്ല, അതൊക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഉള്ള മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കേരള കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ഈ ആവശ്യം ഉന്നയിക്കാൻ. പക്ഷെ എന്നാലും കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ലീഗ് സമ്മർദ്ദം ചെലുത്തിയാൽ ജോസഫ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർ വരുന്നതുകൊണ്ട് ലീഗിന് ഒരു നഷ്ടമില്ല. കാരണം ലീഗിൻ്റെ സീറ്റ് മുഴുവൻ മലബാറിലെ ഇവിടെയൊക്കെയാണ്. ലീഗിന് എന്താണ്, നമുക്ക് ഭരണം പിടിക്കണം. ലീഗ് പറയുന്ന ഒരു നല്ല കാര്യം തന്നെ, ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. മാക്സിമം ആളുകളെ UDFിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മധ്യ കേരളത്തിലുള്ള പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താ പറയുക, വെള്ളം കോരിയും വിറക് വെട്ടി നടന്ന ആളുകൾക്ക് അവർക്ക് ഒരു സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുവന്നിട്ട് തോക്കാൻ നിൽക്കുന്ന ചങ്ങനാശ്ശേരി തോറ്റുപോകും, കാഞ്ഞിരപ്പള്ളി തോറ്റുപോകും, പൂഞ്ഞാറ് തോറ്റുപോകും, റാന്നി തോറ്റുപോകും, ഇടുക്കി തോറ്റുപോകും. തോക്കാൻ നിൽക്കുന്ന ആളുകൾ അവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രം UDFിലേക്ക് വരുന്നതിന്, നമ്മുടെ UDFിലെ ആളുകളുടെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം ചെറുത്ത് കേരള കോൺഗ്രസ് ജോസഫ്. കുട്ടനാട്ടിലും ഇടുക്കിയിലും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും പാർട്ടി മത്സരിക്കുമെന്ന് അപ്പു ജോസഫ്. 10 സീറ്റിൽ 1 സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല. PJ ജോസഫ് ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ തൊടുപുഴയിൽ മത്സരിക്കുമെന്നും അപ്പു കൂട്ടിച്ചേർത്തു.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 10 സീറ്റുകളാണ് മത്സരിക്കുവാനുള്ളത്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിൽ നിങ്ങൾ ഇത്തവണ കരുത്ത് തെളിയിച്ച സ്ഥിതിക്ക് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതല്ലേ? അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് പാർട്ടിയിലെ എന്ന് പറയുന്നത് പ്രമുഖരായ നേതാക്കന്മാരുടെ മുകളിലുണ്ട്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരു മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ആ മുന്നണിയുടെ ഘടക കക്ഷികളുടെ ശക്തിയാണ്. അപ്പം ഒരു കോൺഗ്രസ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ജോസ് കെ മാണി വിഭാഗം അങ്ങോട്ട് പോയപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 13 സീറ്റുകൾ കൊടുത്തു. നമ്മുടെ കുറ്റ്യാടി ഉൾപ്പെടെ അവിടെ എന്തോ ഒരു പ്രാദേശിക വിഷയം വന്നപ്പോഴത്തേക്കും പ്രാദേശിക വിഷയം അത് മാറ്റിയിട്ട് 12 സീറ്റുകൾ കൊടുത്തു. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഘടക കക്ഷികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നതിൽ എന്താ പറയുക വിഷമതകളുണ്ട്. പല ഫാക്ടേഴ്സും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അത് 80 സീറ്റായിരിക്കുമോ 100 ആയിരിക്കുമോ എന്നുള്ളത് ആ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ ഈ 10 തന്നെ നിങ്ങളുടെ 10 കുറയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ശക്തി കുറയുന്ന മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്തലുണ്ട്. ശക്തി കുറഞ്ഞ നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല, തിരുവല്ലയിൽ മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല, കോതമംഗലത്ത് കഴിയുന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ 93 സീറ്റ് ഞാൻ പറയുന്നത് 93 സീറ്റ് മത്സരിച്ച കോൺഗ്രസിന് 22 സീറ്റല്ലേ ജയിച്ചുള്ളൂ. ഏതാണ്ട് 20%. നമ്മൾ 10 സീറ്റ് മത്സരിച്ചു, 2 പേര് ജയിച്ചു, 20%. അപ്പോൾ കോൺഗ്രസിനെ നിർത്തി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സീറ്റ് വിട്ടുകൊടുത്ത് കേരള കോൺഗ്രസിന് കൊടുക്കണമെന്ന് പറയുമോ? അതൊക്കെ ഈ ഇലക്ഷൻ സമയത്തുള്ള കുറേ ആളുകളുടെ കുറേ നറേറ്റീവ്സ് മാത്രം കണ്ടാൽ മതി. 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസ് മത്സരിച്ചിരിക്കും. അത് ഇന്ന് രാവിലെ മോഹൻ ജോസഫ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ചെയർമാനും അത് പറഞ്ഞിട്ടുണ്ട്. 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട 10 സീറ്റുകളാണ്. 11 വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ നമ്മൾ പറയുന്ന ഇതിനകത്തൊരു ഇനിയൊരു എന്താ പറയുന്നത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമില്ല എന്ന് ഇന്ന് മോഹൻ ജോസഫ് പാർട്ടിയുടെ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ഇത്തവണ മത്സരിക്കുമോ ഇല്ലയോ? അപ്പച്ചനോ? ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലോ. ഇന്ന് തൊടുപുഴയിലെ തൊടുപുഴ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തം ഒരു മാതൃകയാണ്. PJ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്തതുപോലത്തെ ഒരു കാര്യം ഈ കേരളത്തിലെ ഒരു MLA പോലും ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അപ്പച്ചനെ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ റെക്കോർഡായിരുന്നു. 45,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഈ കഴിഞ്ഞ പ്രാവശ്യം അപ്പച്ചൻ മത്സരിച്ചപ്പം അപ്പച്ചൻ കോവിഡ് പിടിച്ചിട്ട് ട്രിവാൻഡ്രത്ത് SIT ഇവിടെ എന്താ പറയുന്ന ഇവിടുത്തെ ICUയിൽ 1 മാസം കിടന്നതാണ്. എന്നിട്ടും ശക്തമായ ഇടത് തരംഗത്തിൽ വീട്ടിലിരുന്ന് അപ്പച്ചൻ ജയിച്ചതാണ് 22,000-23,000 വോട്ടിന്. PJ ജോസഫ് എന്ന് പറയുന്നത് തൊടുപുഴക്കാരുടെ ഹൃദയത്തിലുള്ളൊരു ഒരു വ്യക്തിയാണ്. അപ്പച്ചൻ ഇനിയും ആരോഗ്യമുണ്ടെങ്കിൽ അപ്പച്ചൻ മത്സരിക്കും. തൊടുപുഴയിൽ നിന്നൊരു നല്ല മന്ത്രിയായിട്ട് വീണ്ടും തൊടുപുഴ വരും. കുട്ടനാട് സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം. വ്യവസായിക്ക് സീറ്റ് നൽകി പേയ്മെന്റ് സീറ്റാക്കി മാറ്റാനാണ് കേരള കോൺഗ്രസ് നീക്കമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇത്തവണ പാർട്ടി സീറ്റ് ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ സീറ്റ് വിട്ടുകൊടുത്ത് ഒത്തുതീർപ്പിനില്ലെന്നാണ് കേരള കോൺഗ്രസ് നിലപാട്. കോൺഗ്രസ് പാർട്ടിയെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും അപ്പു ജോസഫിന് ആരും കൊടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. മുന്നണിയിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റയ്ക്കല്ല. ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരാളുടെ വരവിനെ തടയാനും കഴിയില്ല. മുന്നണിയിലേക്ക് വരാൻ സാധ്യതയുള്ള പാർട്ടികൾ വന്നാൽ UDF സ്വീകരിക്കും. അത് UDF-ന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതുകൊണ്ട് ആരും ഡിക്റ്റേറ്റ് ചെയ്താലൊന്നും UDF നേതൃത്വം അതിന് വഴങ്ങിയൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അത് അംഗീകരിക്കില്ല. UDF-ന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് പങ്കാളിത്തം നൽകുന്ന ആരെയും ഞങ്ങൾ ഉൾക്കൊള്ളും. ഇടുക്കി ഉടുമ്പൻചോലയിൽ MM മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. പാർട്ടി സമ്മതം മൂളിയാൽ മണി തുടർച്ചയായി 3ാം തവണയും ജനവിധി തേടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിട്ടത്. മുൻപ് മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളും LDF-നൊപ്പമായിരുന്നു. എന്നാൽ ഇത്തവണ 5 പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. ഒപ്പമുണ്ടായിരുന്ന രാജകുമാരി നറുക്കെടുപ്പിലൂടെയാണ് LDF-ന് കിട്ടിയത്. ഇടതുകോട്ടയായിരുന്ന രാജാക്കാട്ടിൽ ഉൾപ്പെടെ നേരിട്ട തിരിച്ചടിയാണ് വീണ്ടും MM മണി മതിയെന്ന ചർച്ചയുയരാൻ ഇടയാക്കിയത്. സ്ഥാനാർത്ഥി MM മണി തന്നെയെങ്കിൽ മണ്ഡലത്തിൽ ജയം അനായാസമെന്നാണ് വിലയിരുത്തൽ.
1996, 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ ഉടുമ്പൻചോലയിൽ മത്സരിച്ച എം എം മണി കഴിഞ്ഞ 2 തവണ വിജയം നേടിയെടുത്തു. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാകും LDF പ്രചരണം. എന്താണെങ്കിലും പാർട്ടി സമ്മതിച്ചാൽ എം എം മണി ഇത്തവണയും ഉടുമ്പൻചോലയിൽ ജനവിധി തേടും. ന്യൂസ് 18 ഇടുക്കി. പാലായിൽ ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥിയാകും. കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഷോണിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഷോൺ കൂടി ഇറങ്ങുന്നതോടെ ത്രികോണ പോരാട്ടത്തിനാകും പാല സാക്ഷ്യം വഹിക്കും. BJP സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു മണ്ഡലം അല്ല എങ്കിൽ പോലും പാലായിൽ ഇത്തവണ കാര്യമായൊരു മത്സരം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഷോൺ ജോർജിനെ കളത്തിലിറക്കാൻ ഉള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു അന്തിമ തീരുമാനമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ PC ജോർജ് പൂഞ്ഞാർ മത്സരിച്ചതാണ്. ഇത്തവണയും പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊരു അന്തിമ വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും പാലാ പോലെയൊരു സ്ഥലത്ത് മത്സരിച്ചാൽ അത് വലിയ നേട്ടമാകുമെന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ച് ഏതാണ്ട് PC ജോർജ് 6 തവണ MLA ആയിരുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ നിലവിൽ പാലായിലാണ് ഉള്ളത്. ഭരണങ്ങാനം മുതൽ അങ്ങോട്ട് മേലുകാവ്, തിടനാട്, തലപ്പലം ആ മേഖലകളിലൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഷോൺ ജോർജ് മത്സരിച്ചത്. എന്നിരുന്നിട്ടും ഈ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് പൂഞ്ഞാർ ഡിവിഷൻ. ആ ഡിവിഷനിൽ നിന്ന് വിജയിക്കാൻ ഷോൺ ജോർജിന് സ്വതന്ത്രനായിരുന്നിട്ടും കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വ്യക്തിബന്ധങ്ങൾ വലിയ ഗുണമാകും. പരമ്പരാഗതമായി അവിടെ BJP വോട്ടുകൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പലയിടത്തേക്കും LDFിലേക്ക് UDFിലേക്കും ഒക്കെ പോകുന്ന പതിവാണുള്ളത്. ഉറച്ച വോട്ടുകൾ എന്നുള്ളത് ഏതാണ്ട് ഒരു 25,000-ഓളം വോട്ടുകളുണ്ട്. അത് എൻഹരി പിടിച്ച വോട്ടുകളാണ്. ആ 25,000-ന് പുറമെ ഒരു 25,000 അല്ലെങ്കിൽ 30,000 വോട്ടുകൾ അധികമായി പിടിച്ചാൽ പാലായിൽ വിജയിക്കാം. ഒരു ത്രികോണ പോരാട്ടമാണെങ്കിൽ എന്ന് BJP കരുതുകയാണ്. എന്തായാലും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പക്ഷേ ഔദ്യോഗികമായൊരു പ്രതികരണത്തിന് ഇക്കാര്യത്തിൽ BJP ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ജോസ് കെ മാണിയും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഷോൺ ജോർജ് എത്തിയാൽ BJP വോട്ടുകൾ ഷോൺ തന്നെ പിടിച്ചാൽ അത് കഴിഞ്ഞ തവണത്തെ തൻ്റെ പരാജയത്തെ മറികടക്കാൻ ഇത്തവണ കഴിയും എന്നവർ കരുതുകയാണ്. ഇടത് വോട്ടുകൾ ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ആ വോട്ടുകൾ കൂടി നേടി വിജയിക്കാമെന്ന് അവർ കരുതുകയാണ്. തൊട്ടിപ്പുറത്ത് മാണി സി കാപ്പനും വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ഇടത് തരംഗത്തിൽ പോലും 15,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ് പാല. താഴെത്തട്ടിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല UDFിന് അനുകൂലമായൊരു വികാരമാണ് പാലായിൽ ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പാലാ മുനിസിപ്പാലിറ്റി പോലും കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ തുക എടുക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ചെറിയ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കില്ല എന്ന് അവർ വിശ്വസിക്കുകയാണ് UDF. എന്തായാലും കടുത്ത ത്രികോണ പോരാട്ടത്തിലേക്ക് പാലാ പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയാക്കാൻ BJP. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം വഹിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അതേസമയം CPM AK ബാലന്റെ പ്രസ്താവന തള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ CPMന് പിന്നാലെ BJPയും തയ്യാറെടുക്കുകയാണ്. വലിയ വിമർശനങ്ങളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇന്ന് ഉന്നയിച്ചത്. ജനങ്ങളോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയും. ജമാഅത്തെ ഇസ്ലാമി UDFിന്റെ കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടെന്ന ഗുരുതരമായ വിമർശനവും ആരോപണവുമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറ്റാനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്വത്തിന്റെ പേരിൽ CPMും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തിന്റെ പിന്തുണ എടുത്തിട്ട് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. നേരത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ AK ബാലനാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം വന്നാൽ UDF ഭരണം വന്നാൽ ആഭ്യന്തര വകുപ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാകുമെന്ന വിമർശനം ഉന്നയിച്ചത്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് UDFിനെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണം നേരത്തെ CPM മുന്നോട്ട് വച്ചതാണ്. വർഗീയ ശക്തികളുമായി മുസ്ലിം ലീഗും കോൺഗ്രസും കൂട്ടുചേരുന്നുവെന്നാണ് CPMന്റെയും ആരോപണം. ഏതായാലും AK ബാലന്റെ നിലപാടുകൾ അതേപടി പറയാൻ, അതായത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനം ഭരിക്കാൻ പോകുന്നു, ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പോകുന്നു എന്ന ആ വിമർശനങ്ങളൊന്നും അതേപടി ഏറ്റെടുക്കാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ല. ബാലന്റേത് CPMന്റെ അഭിപ്രായമല്ല എന്നൊരു വിമർശനമാണ് ആ വിഷയത്തിൽ ഇന്ന് MV ഗോവിന്ദൻ നടത്തിയത്. പാർട്ടി
എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും UDF-നെ പിന്തുണയ്ക്കുന്നു, UDF-മായി ചേർന്ന് പോകുന്നു, അതിന് ലീഗിന്റെ കൂടി പിന്തുണയുണ്ട് എന്ന വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തന്നെ ഇടതുമുന്നണി ഉന്നയിക്കും. BJP-യും സമാന വിഷയം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് UDF ഒരു വശത്താവും. അവർക്ക് ഇത്തരം പാർട്ടികളുടെ സംഘടനയുടെ പിന്തുണ ലഭിക്കും എന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള വോട്ടുകളുടെ ഏകീകരണം അത് ഏത് രീതിയിൽ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇത് മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കെ മലപ്പുറം ജില്ല വിഭജനം എന്ന വാദം വീണ്ടും ഉയരുന്നു. സമസ്ത AP വിഭാഗമാണ് ജില്ലാ വിഭജനവാദം ഉയർത്തുന്നത്. മുൻപ് ലീഗ് നേതാക്കൾ അടക്കം ഉന്നയിച്ച ആവശ്യമാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഈ ആവശ്യത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള മലപ്പുറം പ്രസ്താവനകൾ വിവാദമായിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജില്ലാ വിഭജന ചർച്ചകൾ വീണ്ടും ഉയരാനാണ് സാധ്യത. മലപ്പുറം ജില്ല പുനഃക്രമീകരണം വാസ്തവത്തിൽ ഇത് മലപ്പുറം ജില്ലയുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ജില്ലകൾ രൂപീകരിക്കപ്പെട്ട് 5 പതിറ്റാണ്ടിലേറെയായി ഈ കാലയളവിൽ ഉണ്ടായ ജനസംഖ്യാപരമായ മാറ്റങ്ങളും സാമൂഹ്യാവസ്ഥയും പരിഗണിച്ച് കേരളത്തിലെ ചില ജില്ലകളിലെങ്കിലും പുനഃസംഘടന ആവശ്യമാണ്. ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ അത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനമല്ല. ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് മതപരമായ കണ്ണിലൂടെ കാണുന്നത് തെറ്റായ പ്രവണതയാണ്. മുമ്പ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോളിൻ്റെ കാലത്ത് മൂവാറ്റുപുഴ ജില്ല എന്ന ആശയം ഉയർന്നു വന്നത് ഓർക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരമായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് വേണ്ടത്. ഇതിന് അനിവാര്യമായ ഒരു പൊതു ചർച്ച കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ചുള്ള മതപരമായ മുൻവിധികൾ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ജനസംഖ്യാനുപാതികമായി വികസനം സാധ്യമാകണമെങ്കിൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നൊരാവശ്യമാണ് കേരള മുസ്ലിം ജമാഅത്ത് അഥവാ സമസ്തയുടെ AP വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെയും പല രാഷ്ട്രീയ പാർട്ടികളും ഈ ജില്ലാ വിഭജനം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്ത് അതുകൊണ്ട് തന്നെ വികസനം സാധ്യമാകണമെങ്കിൽ ഒരു ജില്ലയല്ല 2 ജില്ലയായിട്ട് ഇതിനെ വിഭജിക്കണമെന്നൊരാവശ്യം നേരത്തെയും പലരും മുന്നോട്ട് വെച്ചതാണ്. അത് മുസ്ലിം ലീഗിലൊരു വിഭാഗം, അതേപോലെ EK വിഭാഗം, സമസ്ത SDP ഇവരൊക്കെ തന്നെ ഈ ഒരു ആവശ്യം പല കാലങ്ങളിലായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് AP വിഭാഗം ഈ ഒരു ആവശ്യം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിനോട് തന്ത്രപരമായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല, മൗനം പാലിക്കുകയാണ്. മുസ്ലിം ലീഗ് ആവട്ടെ മുൻപ് പലപ്പോഴും ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണെങ്കിലും ഈ ഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം ഏത് തരത്തിൽ ഇത് മുസ്ലിം ലീഗ് ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. അതേസമയം ഇതിൽ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുകയാണ് നിലപാട് എന്ന ഒരു തന്ത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള വിവാദങ്ങൾ അത് മുസ്ലിം ലീഗിന് വളരെയധികം പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങൾ തീർത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, മുഖ്യമന്ത്രി നടത്തിയ ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ചർച്ചയാവുകയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന സാമുദായിക സംഘടനയാണ് AP വിഭാഗം എന്നതുകൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അവർ ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ വിഭജനം എന്ന മറുവാദം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷവും BJP-യും മുസ്ലിം ലീഗിനെതിരെ തിരിയാനുള്ള, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വിഭജനത്തിന് വേണ്ടി ലീഗ് എന്ന തരത്തിലുള്ളൊരു പ്രചാരണം നടത്താനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കെ ലീഗ് തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ഇവിടെ. എന്തുതന്നെയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണവും ഇനിയുള്ള ദിവസങ്ങളിലെ നീക്കങ്ങളും ഈ ഒരു വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. CV അനുമോദ്, ന്യൂസ് 18. സമസ്തയിലെ ലീഗ് വിരുദ്ധരെ വിമർശിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, കൈകൾ വലിക്കാനല്ല കൈകൾ കൊടുക്കാൻ കഴിയണം. അരീക്കോട് ഡിവിഷനിൽ താൻ മത്സരിച്ചപ്പോൾ ചുരുക്കം ചിലർ എതിരെ പ്രവർത്തിച്ചുവെന്നും കാന്തപുരത്തിന്റെ മനസ്സ് ഐക്യത്തിന്റേതാണെന്നും ജബ്ബാർ ഹാജി പറഞ്ഞു. ചാനൽ
ചർച്ചകളിലെ സജീവ ഇടത് ശബ്ദം റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജിക്ക് അംഗത്വം നൽകി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പ്രതികരിച്ചു. ഇങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമാകുമെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. ആശയങ്ങളുടെ പേരിൽ അത് BJP പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ നയിക്കുന്ന BJPയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. റെജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥ്. ഒരു ബന്ധവുമില്ലാത്ത ആളെ എങ്ങനെ പുറത്താക്കും? പാർട്ടിയുടെ ഒരു ഘടകത്തിലും റെജി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരവുമല്ല. റെജി BJPയിൽ ചേർന്നതിന് പിന്നിലെ കാരണം എന്തെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും TR രഘുനാഥ് പറഞ്ഞു. വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാമല്ലോ. ഞങ്ങൾക്ക് ആരെങ്കിലും വിലക്കാൻ പറ്റുമോ? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറയാൻ ആർക്കാ പറ്റുക? പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ അദ്ദേഹം സജീവമായിരുന്നു? ഒരു ഘടകത്തിലും ഇപ്പോൾ സജീവമല്ല. ഇപ്പം അല്ല, ഒരു ഘടകത്തിലും. അതുകൊണ്ട് പുറത്താക്കേണ്ട ആവശ്യമേ ഇല്ല. അകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ പുറത്താക്കുക? അകത്തുള്ള ആളിനെയല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ. പാർട്ടി ലൈനുമായി ബന്ധപ്പെടാത്ത ചില ചർച്ചകൾ പങ്കെടുത്ത സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു 1.5 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, പാർട്ടി നിലപാടെടുത്ത് അറിയിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി പങ്കെടുക്കാൻ പാടില്ല. ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കേണ്ടവരെ ചാനൽക്കാരെ നിശ്ചയിച്ച് അവർ വിളിക്കുകയാണ്, അവർ ക്ഷണിക്കുകയാണ്. AKG സെൻട്രലിൽ നിന്നും ചുമതലപ്പെട്ട സഹാക്കളുടെ പട്ടികയിൽ റെജി ലൂക്കോസ് ഇല്ല. റെജി ലൂക്കോസ് BJPയിൽ ചേർന്നത് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. പാർട്ടിക്ക് സഹയാത്രികന്മാർ പലരുമുണ്ടാകും. റെജി ലൂക്കോസ് പാർട്ടി അംഗമല്ല. ചാനൽ ചർച്ച കൊണ്ടല്ലല്ലോ CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി ചോദിച്ചു. എനിക്കറിയില്ല, എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും സംസ്ഥാന കമ്മിറ്റി മെമ്പറും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറോ പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ. സഹയാത്രികന്മാർ എത്രയോ പേർ ഇതുപോലെ ഉണ്ടാവാം. അത് കാലാകാലങ്ങളുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ പ്രതികരിക്കുന്നുണ്ടാവും. അതിന്റെ എന്താ പ്രശ്നം? ഇപ്പോൾ അയാളെ BJP ഓഫീസിൽ ഇരുന്നതിന്റെ പേരിൽ അയാളെ പാർട്ടി മെമ്പറൊന്നുമല്ല. റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു പദവിയും വഹിച്ചിരുന്ന ആളല്ലെന്ന് VN വാസവൻ. അക്കരപ്പച്ച കണ്ടുപോകുന്നവർ എല്ലായിടത്തുമുണ്ട്. ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും VN വാസവൻ പറഞ്ഞു. സഹയാത്രികനായിരുന്നു അദ്ദേഹം. ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ പോയ രൂപങ്ങളുണ്ട്. അക്കാര്യത്തിലും തർക്കമില്ല. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമൊന്നും പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായി വിമർശിച്ച ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPMന്റെ ശാസന. പാർട്ടി നയം കൃത്യമായി പിന്തുടർന്നില്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പാർട്ടി നേതൃത്വം ഹസ്കറിനെ അറിയിച്ചു. കൊല്ലം സ്വദേശിയായ ഇദ്ദേഹം നിരീക്ഷകൻ എന്ന നിലയിലുള്ള നിലപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്നും പാർട്ടി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. വർഗീയതയ്ക്ക് കീഴ്പ്പെട്ട നേതൃത്വമാണ് കോൺഗ്രസിനുള്ളതെന്നും KC വേണുഗോപാലും VD സതീശനും വർഗീയതയ്ക്കും പ്രോത്സാഹനം നൽകുന്നുവെന്നും A വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിന്റെ പൊതുപുരോഗതിക്ക്, സമാധാനത്തിന്, ഈ വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കിയ ഒരു മനുഷ്യ തമ്മിലുള്ള സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിന് നല്ല മുൻകൈ എടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അപ്പോൾ സാധാരണ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിരോധമുണ്ടാക്കുന്ന ഒന്നും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഗവൺമെന്റ് നടത്തിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ UDF തോൽക്കുകയും ചെയ്യും, ഞങ്ങൾ ജയിക്കുകയും ചെയ്യും എന്നുള്ള ഒരു നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് വ്യവസായി D മണിക്ക് ക്ലീൻ ചിറ്റ്. ഇയാൾക്ക് കൊള്ളയുമായി ബന്ധമില്ലെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവാസി വ്യവസായി പരാമർശിച്ച പ്രധാന പേരായിരുന്നു D മണിയുടേത്.
ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നതായിരുന്നു മണിക്ക് നേരെയുണ്ടായ ആരോപണം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു ഡി മണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഡി മണി എന്ന് പറയുന്ന ചെന്നൈ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യവസായി അല്ലെങ്കിൽ ഈ രീതിയിൽ ഇടപെടുന്ന ഒരു ഇടനിലക്കാരൻ എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരാൾക്ക് ഇതുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആരാണ് ഡി മണി എന്ന് അന്വേഷിക്കാനായിട്ട് ഡെണ്ടിഗൽ വരെ പ്രത്യേക അന്വേഷണ സംഘം ചെല്ലുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൻ്റെ സുഹൃത്ത് ഒരു വിദേശ വ്യവസായി ഇത്തരം കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചെന്നൈ സ്വദേശിയായ ഡി മണിയുമായി ബന്ധപ്പെട്ടാണ് വലിയ ഇടപാടുകൾ നടന്നിട്ടുള്ളത്. ഇവർ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെ കൈമാറിയിട്ടുണ്ട്, അതിനുള്ള തുക കൈപ്പറ്റിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം ഇടപാടുകൾ നടന്നത്. അതിൽ പോറ്റിയും അതോടൊപ്പം തന്നെ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഡി മണിയും തമ്മിലായിരുന്നു ഈ കരാർ ഉറപ്പിക്കുകയും പണമെല്ലാം കൈമാറുകയും ചെയ്തിട്ട് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇതുമായി ഇവർ ലക്ഷ്യമിടുകയും ചെയ്തത്. ഇത് ശബരിമല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, മറ്റ് അമ്പലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ കച്ചവടം നടത്താൻ തന്നെ ഇത്തരം ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെ ആ കച്ചവടം നടത്താനും അമൂല്യ വസ്തുക്കൾ ഇവിടെ നിന്ന് ഇവർക്ക് കൈമാറാനും എല്ലാം തന്നെ ലക്ഷ്യമിട്ടിരുന്നു എന്ന വലിയ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഈ വിദേശ വ്യവസായിയിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം നീങ്ങിയത്. എന്നാൽ ഈ മണിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ചിറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് പ്രകാരം ഇയാൾക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ യാതൊരു ബന്ധവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇയാൾ തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ അത് വ്യക്തിപരമായ തികച്ചും സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു. അതിൽ കച്ചവടമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലേക്കും തെളിവിലേക്ക് പോകാനോ അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്ക് നേരത്തെ തന്നെയും ചോദ്യം ചെയ്യുമ്പോൾ തനിക്ക് പോറ്റിയുമായോ മറ്റ് ശബരിമലയിലെ മറ്റ് ആരെങ്കിലുമായോ ഒരു അടുത്ത ബന്ധം പോലുമില്ല എന്ന് ഡി മണി വ്യക്തമാക്കിയിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടും എന്ന് പറയുന്നത്. മറ്റുള്ളവരിലേക്ക് ചെന്നെത്താൻ ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇടപാടിലേക്ക് സാമ്പത്തികമായോ മറ്റ് ഗൂഢാലോചനയുമായോ ഏതെങ്കിലും രീതിയിലേക്ക് ഡി മണിയെ കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാനോ അന്വേഷണ സംഘത്തിൻ്റെ തെളിവുകൾ സമാഹരിക്കാനോ നിലവിൽ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ശബരിമല സംബന്ധിയായ അന്വേഷണം നടത്തുന്ന പ്രത്യേക ദൗത്യ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഹൈക്കോടതി പരിഗണിക്കുകയും ഹൈക്കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടാകും എന്നത് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റേതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്വേഷണ സംഘം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും വ്യക്തമാക്കും ഹൈക്കോടതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദൗത്യ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. ഇയാളുടെ ചുറ്റുപാടുകൾ ഉള്ളവരെ കുറിച്ച് കൂടി അന്വേഷിച്ചെന്ന്, പ്രത്യേകിച്ച് ഇയാളുടെ ഏറ്റവും അടുത്ത സഹായി എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹായിയെക്കുറിച്ചെല്ലാം തന്നെ അന്വേഷിച്ചു. ഇവർക്ക് മറ്റ് പല ഇടപാടുകൾ, ദുരൂഹമായ മറ്റ് പല ഇടപാടുകളുണ്ട്. ഈ ഇറിഡിയം പോലുള്ള ലോഹവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ഇയാളുടെ അനുയായികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് തമിഴ്നാട് പോലീസിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല എന്നതുകൂടിയും ഈ ക്ലീൻ ചിറ്റിലടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസം ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. എ പത്മകുമാർ, ബി മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് ഒരുമിച്ച് വാദം കേൾക്കുക. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി SITയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ദ്വാരപാലക പാളികൾ കടത്തിയ കേസിൽ ജയശ്രീ നിർണായക കണ്ണിയാണെന്ന അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇക്കാര്യം അടക്കം SIT ചോദിച്ചറിഞ്ഞു. നേരത്തെ സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം എവിടെയെന്ന് SIT മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. സുഹൃത്തായ വ്യവസായി പറഞ്ഞ കാര്യങ്ങളാണ് താൻ കൈമാറിയത്. പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെ SIT സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ സംശയമുണ്ട്. SITയുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമമുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെയാണ് ഈ സ്വർണ്ണം? എവിടെ പോയി? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
ഈ സ്വർണ്ണം എവിടെ, തൊണ്ടി മുതൽ എവിടെ? അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധന്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? SITയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പോലീസ് അസോസിയേഷനിൽ ഇവരുമായി ബന്ധമുള്ള 2 പേരെ നിയമനം തടഞ്ഞു വെച്ചിരുന്നു. അത് ആ നിയമനം വീണ്ടും നടത്തി. അപ്പോൾ CPM-മാരുടെ ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇപ്പോഴും SITയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പുനെയിലെ വസതിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിലാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പുനെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും. പശ്ചിമഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു മാധവ് ഗാഡ്ഗിൽ. അധികാരവർഗത്തിന് അസൗകര്യമുണ്ടാക്കിയപ്പോഴും ഉറപ്പോടെ അദ്ദേഹം ഇന്നും പ്രകൃതിക്ക് വേണ്ടി നിലകൊണ്ടു. ഭൂമിയോടൊപ്പം ജീവിക്കാനുള്ള മനുഷ്യന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം സൗമ്യമായെങ്കിലും എപ്പോഴും ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യജീവിതവും സമാന്തര കഥകളല്ല, വ്യത്യസ്ത ലിപികളിൽ എഴുതിയ ഒരേ ആഖ്യാനമാണെന്ന് വിശ്വസിച്ചിരുന്ന സവിശേഷ ചിന്തകൻ. മണ്ണിൽ കാൽ പതിച്ചു നിന്ന് പ്രകൃതിയിലേക്ക് കണ്ണും കാതും തുറന്നുവെച്ച മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിലെ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന് രൂപം നൽകിയ മുൻനിര ശാസ്ത്രജ്ഞനായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പൂനെയിൽ 1942 മെയ് 24 ജനനം. ആ കാറ്റേറ്റ് വളർന്നതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും പശ്ചിമഘട്ട സംരക്ഷണത്തിനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പ്രകൃതിയിൽ ആകൃഷ്ടനായി. വളർന്നപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായി. പൂനെയിലും മുംബൈയിലും ഹാർവാർഡിലുമായിരുന്നു പഠനം. പിന്നീട് 31 വർഷക്കാലം അദ്ദേഹം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഫാക്കൽറ്റിയായി സേവനമനുഷ്ഠിച്ചു. അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിച്ചു. മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ നീളുന്ന പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള 2011 അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ 3 മേഖലകളായി തിരിച്ചുള്ള പരിഹാര നിർദ്ദേശമായിരുന്നു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. 1,29,037 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ടത്തിന്റെ 1/3 പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇടുക്കിയിലും വയനാട്ടിലുമടക്കം മലയോര മേഖലകളിൽ രാഷ്ട്രീയ മതസാമുദായിക സംഘടനകൾ തെരുവിലിറങ്ങി. എതിർപ്പുകൾ നേരിട്ടെങ്കിലും അവഗണിക്കാനാവാത്ത ഒരു സത്യം ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ചു. സന്തുലിതമല്ലാത്ത വികസനം മുറിവുകൾ അവശേഷിപ്പിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ. നൂറ്റാണ്ടിലെ മഹാപ്രളയവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ കേരളം ആ പേരും അദ്ദേഹത്തിന്റെ വാക്കുകളും വീണ്ടും ഓർത്തു. ഗാഡ്ഗിൽ പറഞ്ഞത് എത്ര ശരി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,505 രൂപ, പവന് 84,040 രൂപ. വെള്ളി ഗ്രാമിന് 255 രൂപ, കിലോഗ്രാമിന് 2,55,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.